57-ാം അധ്യായം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 18-19 വാക്യങ്ങളാണ് ധ്യാനിക്കാൻ പോകുന്നത്. അതിനകത്തുനിന്ന് നിങ്ങളോടുള്ള സന്ദേശം കർത്താവ് തരാൻ പോവാം. ഞാൻ അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു, ഞാൻ അവരെ സൗഖ്യമാക്കും, ഞാൻ അവരെ നടത്തി അവർക്ക് അവരുടെ ദുഃഖിതന്മാർക്ക് തന്നെ വീണ്ടും ആശ്വാസം വരുത്തും. ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും, ദൂരസ്ഥനും സമീപസ്ഥനും സമാധാനം എന്നും ഞാൻ അവരെ സൗഖ്യമാക്കുമെന്നും യഹോവ അരുളി ചെയ്യുന്നു. സർവശക്തനായ ദൈവം തന്നെ ജനത്തോട് സംസാരിക്കുന്ന 2 വചനങ്ങളാണ് നമ്മളിന്ന് വായിച്ചു കേട്ടത്. ദൈവം തന്നെ ജനത്തോട് അങ്ങനെ സംസാരിക്കാനൊരു കാരണമുണ്ട്. അതിന് ആദ്യത്തെ പദം നോക്കിയേ, ഞാൻ അവരുടെ വഴി കണ്ടിരിക്കുന്നു. അതിനർത്ഥം എന്തുവാ? അവരരുതാത്ത വഴികളിലൂടെ യാത്ര ചെയ്തത് ആര് കണ്ടു? ദൈവം കണ്ടു. നിങ്ങൾക്കത് മനസ്സിലാകണമെങ്കിൽ അതിൻ്റെ 17-ാമത്തെ വാക്യം കൂടെ ദൈവദാസി ഒന്ന് വായിച്ചാൽ മനസ്സിലാകും. അവരുടെ അത്യാഗ്രഹത്തിന്റെ അകൃത്യം നിമിത്തം ഞാൻ കോപിച്ച് അവരെ അടിച്ചു. ഞാൻ കോപിച്ചു മുഖം മറച്ചു. അപ്പൊ ദൈവം പറയുകയാണ്, അവരുടെ അത്യാഗ്രഹത്തിന്റെ അകൃത്യം നിമിത്തം. നമുക്ക് അവിടെ തൊട്ട് തുടങ്ങാം. അടുത്തിരിക്കുന്ന ആളെ നോക്കി വെച്ച് പോടാ, ഒത്തിരി അത്യാഗ്രഹം പാടില്ലെന്ന് പറ. എന്തുവാ? നിങ്ങളാരും മിണ്ടുന്നൊന്നുമില്ല. ഈ ശുശ്രൂഷ വീട്ടിലൊക്കെ ഇരുന്ന് കാണുവാന്ന് പറയുന്നല്ലോ. ഒത്തിരി അത്യാഗ്രഹം പാടില്ല. ഉണ്ണാനും ഉടുക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മതിയെന്ന് വെക്കണം. ദൈവം തരുന്ന അനുഗ്രഹം ഒന്നും കളയണമെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാലും ചിലരങ്ങ് ഭയങ്കര അത്യാഗ്രഹികളുണ്ട്. എത്ര സമ്പാദിച്ചാലും തികയാത്തവരുണ്ട്. പിന്നെയും വേണം. ഞായറാഴ്ച യോഗം കൂടെ മുടക്കി വെച്ച് ഓവർ ടൈം എടുത്ത് പോവുക. എന്തിനാ? അത്യാഗ്രഹം. അങ്ങനെ പാടില്ല. ദൈവത്തിന് സ്തോത്രം. കാരണം നമ്മൾ ഒന്നുമില്ലാത്തവരായിട്ടായി ഭൂമിയിൽ വന്നത്. പോകുമ്പോഴോ പറ സ്തോത്രം. എത്ര മില്യനും എത്ര ബില്യനും ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിലും പോകുന്ന സമയത്ത് ഒന്നും കൊണ്ടുപോകാൻ പറ്റുകയില്ല. കാരണം ഒന്നുമില്ലാത്തവരായിട്ട് വന്ന് ഇപ്പോൾ എനിക്ക് പറയാം, എനിക്ക് എറണാകുളത്ത് ഫ്ലാറ്റുണ്ട്. ഞാൻ കൊച്ചിയിലല്ലേ ഇപ്പോൾ പ്രസംഗിക്കുന്നത്. കൊച്ചി എനിക്ക് ഫ്ലാറ്റുണ്ട്, മരടി ഫ്ലാറ്റുണ്ട്. ചാവുമ്പോൾ ഇതെല്ലാം കൂടെ എന്ത് മിണ്ടുന്നില്ല. ചിലർ കോടിക്കണക്കിന് രൂപ ഇട്ടിട്ട് 1 പൈസയും ചെലവാക്കാത്ത ആൾക്കാരുണ്ട്. സ്തോത്രം. അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യരുത്. അത്യാഗ്രഹം പാടില്ല. ദൈവം അത് ആവശ്യത്തിന് തരും. നിങ്ങൾക്ക് എന്തുവാ? ആവശ്യത്തിന് തരും. സ്തോത്രം. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്ന ഭാഗം ശ്രദ്ധിച്ച്, അവരുടെ അകത്ത് അത്യാഗ്രഹം കയറി കഴിഞ്ഞപ്പോൾ ദൈവം അവരെ അടിച്ചു, ദൈവം അവരോട് കോപിച്ചു, ദൈവം മുഖം മറച്ചിരുന്നു. എന്നിട്ട് അപ്പൊ എന്ത് സംഭവിച്ചെന്ന് കേട്ടോ? അവർ തിരിഞ്ഞ് തങ്ങൾക്ക് തോന്നിയ വഴിയിൽ. അന്നേരം ദൈവം അവരെന്ത് ചെയ്യുന്നറിയാമോ? അവർക്ക് തോന്നിയ വഴിയെ നടന്നു. സ്തോത്രം. എപ്പോഴും ഓർക്കണം, ഈ വചനമൊക്കെ പ്രസംഗിക്കുന്ന എന്തിനാ? തോന്നിയ വഴിയെ പോകാനല്ല, ദൈവത്തിൻ്റെ വഴിയെ വരാനാ. അതുകൊണ്ട് ഈ ബൈബിളിൽ ഒരു പ്രത്യേക കാര്യം പഠിപ്പിക്കുന്നുണ്ട്. സ്തോത്രം. ഈ സാഹസക്കാരനെ ഒന്നും കൂട്ടുകാരനാക്കി വെക്കരുത്. സ്തോത്രം. അതിൻ്റെ കാരണം സദൃശവാക്യത്തിലൊരു വാക്യമുണ്ട്. 16-ാം അധ്യായം 29-ാം വാക്യമാണ്. സാഹസക്കാരൻ കൂട്ടുകാരനെ വശീകരിക്കുകയും കൊള്ളരുതാത്ത വഴികൾ നടത്തുകയും ചെയ്യുന്നു. സ്തോത്രം. സാഹസക്കാരൻ കൂട്ടുകാരനെ എന്ത് ചെയ്യുന്നു? വശീകരിച്ച് കൊള്ളരുതാത്ത വഴിയിൽ നടത്തുന്നു. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോന് എത്ര വലിയ ജ്ഞാനമാ ദൈവം കൊടുത്തേ. പക്ഷേ അവൻ്റെ ഭാര്യമാരവനെ അന്യദേവന്മാരിലേക്ക് വശീകരിച്ചു. അപ്പം ഈ ഭൂമി ഭയങ്കര വശീകരണ വലയമുണ്ട്. അപ്പോൾ ബൈബിളിലും ഒരു വാക്യമുണ്ട്, ഞാൻ നിന്നെ വശീകരിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി ഹൃദ്യമായി നിന്നോട് സംസാരിക്കും. കണ്ടോ? ലോകം ഒത്തിരി പേരെ വശീകരിക്കുമ്പോൾ നിന്നെ വചനം വശീകരിക്കുക. സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന എല്ലാ വിഷയത്തിനും വിടുതൽ കിട്ടിയിട്ടാണോ നിങ്ങൾ ഇന്നോടെ യോഗത്തിന് വന്നേ? അല്ല. എന്നാലും പോകത്തില്ലെന്നൊക്കെ വെള്ളിയാഴ്ച വൈകിട്ട് പറഞ്ഞാലും ശനിയാഴ്ച രാവിലെ ആകുമ്പോൾ അറിയാതെ ഒരുങ്ങി പോരുക. അതെന്താ കാര്യം? എന്തോ ഒരു വശീകരണം.
പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും പുത്രന്റെ അടുക്കൽ വരാൻ കഴിയത്തില്ല. നിന്നെ ദൈവത്തിലേക്ക് വലിച്ചടിപ്പിക്കുന്ന ഒരാകർഷണ വലയം. സ്തോത്രം, സ്തോത്രം. എത്രയോ വിഷയത്തിന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അനിപ്പാസ്റ്റർ എല്ലാ വിഷയത്തിനും മറുപടി കിട്ടിയോണ്ടാണ് പുള്ളി പ്രസംഗിക്കുന്നത്? ഞാൻ എത്രയോ കൊല്ലം പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാത്ത വിഷയമുണ്ട്. സ്തോത്രം. പക്ഷെ അതൊക്കെ ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ കിട്ടും. ഹല്ലേലൂയ. അവൻ ആർക്കും കടക്കാരനല്ല. അപ്പൊ അവര് തോന്നിയ വഴിയാ നടന്നു. അവരെ തോന്നിയ വഴിയാ നടന്നു. ഒരിക്കല് ഒരു പെൺകുട്ടിയെ പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ പേരൻസ് പറഞ്ഞു അവളോട് ഇച്ചിരി ഒന്ന് ഉപദേശിക്കണം. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, മോളെ, നിന്നെക്കാട്ടി പ്രായമുള്ള മോൾ എനിക്കുണ്ട്. ഒരു അപ്പൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ പറയുക, എൻ്റെ പൊന്നുമോൾ ആവശ്യമില്ലാത്ത ഒന്നും ചെയ്യല്ലേ. സ്തോത്രം. പാസ്റ്റർ അല്ല, ദൈവം പറഞ്ഞാലും എനിക്ക് തോന്നിയതുപോലെ ഞാൻ ചെയ്യും. എനിക്ക് തോന്നിയതുപോലെ ഞാൻ ചെയ്യും. 2 ആഴ്ച കഴിഞ്ഞപ്പം ഇവള് തന്നെ എന്നെ കാണാൻ വന്നു. അപ്പൊ കൈയൊക്കെ ഇങ്ങനെ ഉടുപ്പിനകത്ത് കയറ്റിക്കോട്ടാ വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു എന്തോന്ന് ചോദിച്ചപ്പം പറഞ്ഞു, സ്തോത്രം, എനിക്ക് തോന്നിയ പോലെ ഒരു കാര്യം ചെയ്തതാ. സ്തോത്രം. ഒരു മിഷൻ്റെ അകത്ത് കൈ കയറിപ്പോയി, 4 വിരലും അങ്ങ് പോയി. ഞാൻ അന്നേരം തീരുമാനിച്ചു ഇനിയും തോന്നിയ പോലെ ചെയ്യത്തില്ലെന്ന്. കണ്ടോ? അപ്പൊ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന സന്ദേശം ശ്രദ്ധിക്കണേ. നമുക്ക് തോന്നിയ പോലെ ജീവിക്കാൻ വചനമില്ല. ഹല്ലേലൂയ. ദൈവം അവരെ അടിച്ചു. ദൈവം അവർക്ക് മുമ്പിൽ മുഖം മറച്ചു. അപ്പൊ അവർക്ക് തോന്നിയ പോലെ ചെയ്തു. ഈ ദൈവം ഭയങ്കര. ബൈബിളിലൊരു വാക്യമുണ്ട്, അല്പനേരത്തേക്ക് ഞാൻ നിന്നെ ഉപേക്ഷിച്ചാലും മഹാകരുണയോടെ നിന്നെ ചേർക്കും. ഈ ദൈവത്തോട് ചിലർ പിണങ്ങി മാസങ്ങൾ ഒഴിഞ്ഞു നിൽക്കാറുണ്ട്. പക്ഷെ ദൈവം ചിലരോടൊക്കെ പിണങ്ങിയാലും പെട്ടെന്ന് ദൈവം ഇണങ്ങും. അത്ര ഭയങ്കര മനസ്സാ ദൈവത്തിന്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഒരിക്കല് സ്തോത്രം, ഒരു മോനും അമ്മയും കൂടെ എൻ്റെ അടുക്ക പ്രാർത്ഥിക്കാൻ വന്നപ്പോഴേ, സ്തോത്രം, ആ മോൻ പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ ഒരു പന്ന സ്വഭാവമുള്ളവനായിരുന്നു. ഞാൻ കുടിച്ചിട്ട് വന്ന് എൻ്റെ അമ്മയെ അടിക്കുമായിരുന്നു, അമ്മയെ ചവിട്ടുമായിരുന്നു. അടി കൊണ്ടാലും ചവിട്ട് കൊണ്ടാലും രാവിലെ അമ്മ വന്ന് എൻ്റെ മുഖമൊക്കെ ഇങ്ങനെ തുവാല കൊണ്ട് തുടച്ചിട്ട് എന്നെ ചാരി ഇരുത്തി എനിക്ക് കാപ്പി തരും. സ്തോത്രം. എന്താ കാര്യം? അമ്മ ആരൊക്കെ ഉപേക്ഷിച്ചിട്ടും അമ്മ ഒരമ്മയ്ക്ക് ഇവനെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. ഇതുപോലെ എൻ്റെ കർത്താവ്. ശ്രദ്ധിക്കണം. ചിലപ്പോൾ അടിച്ചെന്നിരിക്കാം, ചില മുഖം മറച്ചെന്നിരിക്കാം. പക്ഷേ കർത്താവ് പറയാ, ഇനിയും ഞാൻ അവരെ നടത്തും. ഹല്ലേലൂയ. അതാണ് ഇന്നത്തെ മെസ്സേജ്. ഇനിയും ഞാൻ അവരെ നടത്തും. എന്നിട്ട് പറയുകയാണ്, ഞാൻ അവരുടെ ദുഃഖകാലം മാറ്റി ഞാൻ അവരെ വീണ്ടും ആശ്വസിപ്പിക്കും. ഓ സ്തോത്രം. ഞാൻ ദൈവത്തിൻ്റെ ദൂതിലേക്ക് പ്രവേശിക്കുക. അപ്പം ദൈവത്തിന് സ്തോത്രം. ദൈവം പറയുകയാണ്, നമുക്ക് ആ വാക്യം ഒരു, ഞാൻ അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു, ഞാൻ അവരെ സൗഖ്യമാക്കും, ഞാൻ അവരെ നടത്തി. ദൈവം പറയാം, ഞാൻ ഇനി അവരെ നടത്താൻ പോവാ. അവർക്ക് അവരുടെ ദുഃഖിതന്മാർക്ക് തന്നെ വീണ്ടും ആശ്വാസം വരും. ആമേൻ. ഞാൻ അവരുടെ ദുഃഖത്തിൽ നിന്ന്, അല്ലെ സങ്കടത്തിൽ നിന്ന് ഞാൻ അവരെ വിടുവിച്ച് ഞാൻ ആശ്വാസം വരുത്തും. ഈ ചില ആൾക്കാർ പറയാറുണ്ട്, എനിക്കെന്നും ദുഃഖിക്കാനേ വകയുള്ളൂ. ഇന്ന് ദൈവം ഒരു സന്ദേശം പറയുക, ഇനി നീ ചില വിഷയത്തിൽ അധികം ദുഃഖിക്കണ്ട. കാരണം നിന്റെ ദുഃഖം സന്തോഷമാകാൻ സമയം അടുത്തിരിക്കുക. അടുത്തിരിക്കുന്ന ആളെ നോക്കിയേച്ച് പറ, ദുഃഖമൊക്കെ സന്തോഷമാകുമെന്ന് പറ. ചിരിച്ചുകൊണ്ട് പറ, ഒത്തിരി ദുഃഖിക്കണ്ടെന്ന് പറ.